കഴിഞ്ഞ എപ്പിസോഡിൽ സുരേഷ് ഗോപി ചിത്രമായ ദി ടൈഗറിലെ ഈ രംഗത്തെക്കുറിച്ചായിരുന്നു ചോദിച്ചത്. എന്താണ് സുഹറയുടെ മെയിൽ ഐ ഡി? suhra_ahmad@hotmail.com. ബാപ്പച്ചിയുടെ ലെഗസി. ലെഗസി. യെസ്. പലരും പല മിസ്റ്റേക്കുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് അടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹോട്ട്മെയിലിലേക്കാണ്. പക്ഷേ ലോഗിൻ ചെയ്ത് മെയിൽ ചെക്ക് ചെയ്യുന്നത് യാഹൂയിലാണ്. അജോയ് ആയിരുന്നു ഇക്കാര്യം കമൻറ്റ് ചെയ്തത്. വേറെയും ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ രംഗത്തുണ്ട്. പാസ്വേഡ് തെറ്റായി കഴിഞ്ഞാൽ ഇത്രയും വലിയ അക്ഷരങ്ങളിൽ അവിടെ എഴുതി കാണിക്കില്ല. അഭിജിത്തായിരുന്നു ഇക്കാര്യം കമൻറ്റ് ചെയ്തത്. ശരിയായ പാസ്വേഡ് അടിച്ചതിന് ശേഷവും പാസ്വേഡ് അടിക്കാനുള്ള സ്ഥലം വീണ്ടും കാലിയായി കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇക്കാര്യം കമൻറ്റ് ചെയ്തത് സുബിനായിരുന്നു. ജപ്പാൻ കമ്പനിയുടെ മെയിലെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആപ്പിൾ ഐ ഡി സെറ്റ് ചെയ്ത ഒരു മെയിലാണ്. ഇക്കാര്യം കമൻറ്റ് ചെയ്തത് ഫായിസ് ആയിരുന്നു. പിന്നെന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ബാപ്പച്ചിയുടെ ലെഗസി, പാരമ്പര്യം. ഈ ഒരു സീനിൽ തന്നെ ഒരു ലോജിക് മിസ്റ്റേക്ക് ഉണ്ട്. അക്കാര്യം കമൻറ്റ് ചെയ്തത് ഷുഹൈബാണ്. സുരേഷ് ഗോപിയുടെ കഥാപാത്രം ലെഗസി എന്ന പാസ്വേഡ് കണ്ടെത്തുന്ന രീതിയാണ് ഈ സീനിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഒട്ടുമിക്ക മലയാള സിനിമയിലും പാസ്വേഡുകൾ കണ്ടെത്തുന്നത് ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. പാസ്വേഡുകൾ കണ്ടെത്താനുള്ള ഒരു നൂതന ടെക്നോളജിയും മലയാള സിനിമയിൽ ഉപയോഗിക്കാറില്ല. അതിനു പകരം നായകൻ അത് ഊഹിച്ച് കണ്ടെത്താറാണ് പതിവ്. അത് ഊഹിക്കാനായി സുരേഷ് ഗോപിയുടെ കഥാപാത്രം ഉപയോഗിക്കുന്നത് പാസ്വേഡിൻ്റെ ഉടമ അവസാനമായി സംസാരിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കുകളാണെന്ന വിചിത്രമായ രീതിയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചത്. 2013 ജിത്തു ജോസഫ് ചിത്രം മെമ്മറീസിലും നായകൻ പാസ്വേഡ് കണ്ടെത്തുന്നത് ഇതേ ഒരു ഊഹിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. വില്ലന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിൻ്റെ പേരായിരിക്കും പാസ്വേഡ് എന്നാണ് അതിൽ നായകൻ ഊഹിക്കുന്നത്. ഒരു സ്പെഷ്യൽ ക്യാരക്ടറോ ഒരു നമ്പറോ ഉപയോഗിച്ചാൽ പാസ്വേഡ് മാറിപ്പോകുമായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ കറക്റ്റായി പാസ്വേഡ് ചിന്തിക്കാനുള്ള കഴിവ് മലയാള സിനിമയിലെ നായകന്മാർക്ക് മാത്രമുള്ളതാണ്. തിരക്കഥാകൃത്തിന് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വഴിയുമില്ലാതിരിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഡയസ് എക്സ് മക്കീന എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കാറ്. അതായത് ദൈവം നേരിട്ട് വന്ന് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കാം. 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലും ഇതുപോലെ തന്നെ പാസ്വേഡ് ഗസ് ചെയ്ത് കണ്ടെത്തുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ അതിൽ ആ കഴിവ് നായികക്കാണെന്ന് മാത്രം. പാസ്വേഡ് കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് ആ സിനിമയിൽ ദൈവത്തിന് കൊടുക്കുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഒരാള് അയാളുടെ ക്യാരക്ടറോ ആയോ ബിസിനസ്സോ ആയോ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ വാക്കായിരിക്കും പാസ്വേഡായി ഉപയോഗിക്കുക. ഇപ്പൊ ഭരത് ഷായുടെ ഭരത് ഫീഡ് ചെയ്തു, സിസ്റ്റം റിജക്ട് ചെയ്തു. ദൈവാനുഗ്രഹം പോലെ ഇന്ന് വൈകുന്നേരം എനിക്ക് ആ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് കിട്ടി. 2007 പുറത്തിറങ്ങിയ കലാഭവൻ മണി റഹ്മാൻ ചിത്രമായ എബ്രഹാം ലിങ്കനിലെ ഒരു രംഗമാണിത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മാവ, ഈ വീഡിയോ ഫേക്ക് ആണ്, കൃത്രിമം. ഒരാൾക്കും തന്നെ വീഡിയോ ലഭിക്കുമ്പോൾ അതിനടിയിൽ മറ്റൊരു ലെയർ ഉണ്ടാവുകയില്ല. പിന്നെ എന്താണ് ഈ സിനിമയിൽ കാണിക്കുന്നത്? സാധാരണ ഒരു വീഡിയോയിൽ നിന്നോ ഒരു ചിത്രത്തിൽ നിന്നോ ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ അതിന് താഴെ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ സിനിമയിൽ മാത്രം ഒരു പ്രത്യേകതരം മാജിക് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു വീഡിയോയ്ക്കടിയിൽ മറ്റൊരു വീഡിയോ എങ്ങനെയാണ് കയറി വരിക? പ്രമോദ് പാപ്പനിക് അപ്രോച്ച് ആയതുകൊണ്ട് ഈ സിനിമയെ നമുക്ക് വെറുതെ വിടാം. പക്ഷേ ഇതേ ഒരു ലോജിക്കില്ലായ്മ ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കറിൻ്റെ സിനിമയിലുമുണ്ട്. 2005 പുറത്തിറങ്ങിയ അന്യൻ എന്ന സിനിമയിലെ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. ഇതിലൊരു ഇമേജിനാണ് അടിയിൽ മറ്റൊരു ലെയർ വരുന്നത്. സാധാരണഗതിയിൽ നാം ഒരു ഇമേജ് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മായ്ച്ചു കളഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നാൽ ഈ സിനിമയിൽ പെയിന്റിനടിയിൽ അന്യൻ്റെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. മുടിയെല്ലാം മുമ്പിൽ നിന്നും മാറുന്നുമുണ്ട്. ഒരിക്കലും തന്നെ ഒരു ഇമേജ് ലഭിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇമേജിൽ നിന്നും എന്തെങ്കിലും മായ്ച്ചു കളഞ്ഞാൽ അതിനടിയിൽ വേറൊരു ഇമേജ് ഒരിക്കലും തന്നെ വരികയില്ല. FIR എന്ന സിനിമയിലെ ഒരു ഫോട്ടോഷോപ്പ് ടെക്നിക്കിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. ഇതേ ഫോട്ടോഗ്രാഫ്സ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ? രക്തം വാർന്നു മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഫോട്ടോയിൽ നിന്നും രക്തത്തിന്റെ തീവ്രത എത്രയുണ്ടെന്ന് അളക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണ് നായകൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ്.
ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്റൻസിറ്റി ലെസ് എന്ന് എഴുതി വെക്കുന്നുണ്ട് അവിടെ. നോ ഡൗട്ട് ഈ സ്റ്റെയിൻ മഴ നനഞ്ഞു പടർന്നതല്ല. ഒറിജിനൽ ബഡ് സ്റ്റെയിൻ. ദാറ്റ് മീൻസ് വെടിയേറ്റ് നിമിഷങ്ങൾക്ക് എടുത്ത ഫോട്ടോഗ്രാഫാണിത്. 100%. അതുപോലെ തന്നെ ഡെത്ത് ആഫ്റ്റർ 5 hours എന്നും എഴുതി വെക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയ്ക്കും സാധ്യതകൾ ഫോട്ടോഷോപ്പിനുണ്ടെന്ന് ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. കമ്പ്യൂട്ടറിനെ കുറിച്ചും ഇന്റർനെറ്റിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ മലയാളികൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമ. ഇനി നമ്മൾ അഡോഫോമിൽ വർക്ക് ചെയ്യുന്നു. അഡോഫോം? യെസ്, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ആൻഡ് മാച്ചിങ്. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ISRO പോലും നൽകാതെ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മലയാളി. കീബോർഡിലെ ചില അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഒരു നിഴലിൽ നിന്നും മനുഷ്യരൂപം കണ്ടെത്തുന്നത്. ഇതേ ആൾ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇലാസ്റ്റിക് റിയാലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മോർഫ് ചെയ്ത് മാറ്റാൻ കഴിയും. മോർഫ് ചെയ്യാൻ ആദ്യം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല പിന്നീട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് ഫോട്ടോഷോപ്പ് ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം ഈ ടൂൾസ് കണ്ടാൽ. വില്ലൻ കൊലപാതകം നടത്തുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. വില്ലന്റെ തല മാറ്റി പകരം മറ്റൊരാളുടെ തല വീഡിയോയിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ മമ്മൂട്ടി വിവരിക്കുന്നത് ഒരു ഇമേജ് മറ്റൊരു ഇമേജാക്കി എങ്ങനെ മാറ്റാം എന്ന് മാത്രമാണ്. ഒരു വീഡിയോയിൽ മറ്റൊരാളുടെ തല വെച്ച് എങ്ങനെ വീഡിയോ ആക്കി മാറ്റാമെന്ന് എവിടെയും പറയുന്നില്ല. 2002 പുറത്തിറങ്ങിയ വിജയകാന്ത് ചിത്രമായ രാമണ്ണ എന്ന സിനിമയിലെ ഒരു രംഗമാണിത്. വിൻഡോസ് മീഡിയ പ്ലെയർ പുറത്തുനിന്ന് എടുക്കേണ്ടി സർ. ശരി. പിന്നെ മിനിമം 2 സ്പേസ് ബാറെങ്കിലും വേണ്ടി വരും. മറ്റുള്ളവരുടെ ഡാറ്റ ഹാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ലൊക്കേഷൻ കണ്ടെത്താനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് മീഡിയ പ്ലെയർ. ഹാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാക്കുകയും അത് കമ്പ്യൂട്ടറിൽ വിൻഡോസ് മീഡിയ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് പ്ലേ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഫുൾ സ്ക്രീൻ ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ വിൻഡോസ് മീഡിയ പ്ലെയർ വ്യക്തമായി കാണാം. ഇതിലും നല്ലൊരു ഹാക്കിംഗ് ആണ് 2002 പുറത്തിറങ്ങിയ ദേവ്ജി ചിത്രം കാലചക്രത്തിൽ കാണിക്കുന്നത്. ഓരോ സെർവറുകൾക്കും അതിന് രൂപങ്ങൾ നൽകിയും വ്യക്തമായ ചിത്രങ്ങളായും അതിലേക്ക് കടന്നു കയറുന്നത് വരെ കാണിക്കുന്നുണ്ട്. നല്ലൊരു വീഡിയോ തന്നെയാണ് ആ സിനിമയിൽ ഹാക്കിംഗ് ആയി കാണിക്കാൻ പ്ലേ ചെയ്യുന്നത്. നാസക്കും പെൻറ്റഗണും വാൾസ്ട്രീറ്റിനുമെല്ലാം ഒരു രൂപം തന്നെ ഈ സിനിമയിൽ നൽകുന്നുണ്ട്. അതിശക്തമായ കമ്പ്യൂട്ടർ വൈറസ് ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും പണമിടപാട് സ്ഥാപനങ്ങളും തകിടം മറിയും. മലയാളത്തിലെ മറ്റൊരു ക്രിഞ്ച് ഫെസ്റ്റ് സിനിമയാണ് കിലുക്കം കിലുകിലുക്കം. ആ സിനിമയിലുമുണ്ട് ഒരു കമ്പ്യൂട്ടർ ടെക്നിക്. ഈ കുട്ടിയെ ഞാൻ 8 വയസ്സ് പ്രായമുള്ള കുട്ടിയാക്കാൻ പോവുക. ഇനി 14 വയസ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ആപ്പുകൾ ലഭ്യമാണ്. എന്നാൽ അന്ന് സിനിമയിൽ ഓരോ ക്ലിക്കിലും ചിത്രങ്ങൾ മാറി വരികയാണ്. അതെല്ലാം തന്നെ വെറും ഫോട്ടോ വ്യൂവർ ഉപയോഗിച്ചുകൊണ്ടാണ് കാണിക്കുന്നതും. സിനിമയ്ക്ക് വേണ്ടി നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോ ഫോട്ടോകളും മാറ്റി മാറ്റി കാണിക്കുകയാണ്. തോസ്തിൽ കുഞ്ചാക്കോ ബോബൻ നായികയുടെ ചിത്രങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് നായിക വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ആയെങ്കിൽ ചിത്രങ്ങൾ അവിടെ കാണാതിരിക്കുകയല്ലേ ചെയ്യുക? അല്ലാതെ ചിത്രങ്ങളെല്ലാം ഡിലീറ്റായി എന്നാണോ നോക്കുമ്പോൾ കാണുക? ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ചാക്കോ ബോബൻ തന്നെ അങ്ങനെ ഒരു ഡോക്യുമെന്റ് അവിടെ ഉണ്ടാക്കി വെച്ചതായിരിക്കാം. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇതിന് ഞാൻ വഴങ്ങിയത്. നിന്റെ അസറ്റും അഹങ്കാരവുമായിരുന്നല്ലോ ഈ ബാങ്ക്. അത് കുളം തോണ്ടിയപ്പോ എനിക്ക് കിട്ടിയൊരു സുഖം. 2009 പുറത്തിറങ്ങിയ റോബിൻഹുഡ് എന്ന സിനിമയിലെ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത്. എന്താണ് ആ രംഗത്തിലെ അബദ്ധം? കമന്റ് ചെയ്യുക. നാം കാണിച്ചിരിക്കുന്ന സിനിമാ രംഗങ്ങളെല്ലാം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അന്നത്തെ കാലത്ത് പ്രേക്ഷകരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. അന്ന് സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന പരിമിതികൾ എന്തായിരുന്നെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്കും ഉണ്ടാകും അതുപോലെ പല സിനിമകളെ കുറിച്ച് പറയാനും. അങ്ങനെയുണ്ടെങ്കിൽ അവ കമന്റ് ചെയ്യുക. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം.